പക്ഷെ ഒരു സംഭവത്തിൽ നിന്ന് ചങ്ങലയുടെ കണ്ണികൾ പോലെ മറ്റു പല സംഭവങ്ങളും ഉണ്ടാകുന്നതിനെക്കുറിച്ച് ഞാൻ ഓർത്തുപോയതാ. അതല്ലെങ്കിലും ഒന്നിന്റെ തുടർച്ചയായാലേ മറ്റൊന്ന് സംഭവിക്കൂ. അതെ, സൂരജിന് എല്ലാം നമ്മളെ അറിയിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ടാ എന്നോട് എല്ലാം തുറന്നു പറഞ്ഞത്. ഞാനിതെല്ലാം ഇവിടെ എല്ലാവരെയും അറിയിക്കണമെന്നും സൂരജ് പറഞ്ഞിരുന്നു. അതൊക്കെ അവന്റെ അതിബുദ്ധിയ. ഇന്നല്ലെങ്കിൽ നാളെ നമ്മളതൊക്കെ എങ്ങനെയെങ്കിലും അറിയും. അപ്പൊ അവന് പിടിച്ചു നിൽക്കാൻ പറ്റാതെ വരും. അതുകൊണ്ട് ഇപ്പോഴേ അല്ല ഏറ്റു പറഞ്ഞ് മുൻകൂർ ജാമ്യം എടുത്തതാ. ധന്യ പറഞ്ഞതിന് സാധ്യത കൂടുതലാ. ഇക്കാലത്ത് നമുക്കാരെയും ഒരു പരിധിയിൽ കൂടുതൽ വിശ്വസിക്കാൻ പറ്റില്ല. ഈശ്വരനായിട്ട് നമുക്ക് പല മുന്നറിയിപ്പുകളും തരും. അതിനെ അവഗണിച്ചാൽ അവസാനം കരയേണ്ടിയും വരും. സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട, അത് മറക്കണ്ട. ഏയ് മീരയല്ല, ഇപ്പൊ അതൊക്കെ നോക്കുന്നത് കമ്പനിയിലെ സ്റ്റാഫാ. ഏയ് ഇല്ല, മീരയിനി അതൊന്നും നോക്കാൻ വരില്ല. അതുകൊണ്ടല്ല, മറ്റു ചില കാര്യങ്ങൾ ഉള്ളതുകൊണ്ടാ. സ്റ്റാഫ് പുതിയതാ, അതിന്റെ ചില കുഴപ്പങ്ങളാണേ. അതൊക്കെ നമുക്ക് പരിഹരിക്കാം. ആ അതൊക്കെ ഞാൻ ശ്രദ്ധിച്ചോളാം. ഉറപ്പായും ഇനി നിങ്ങൾക്കുള്ളതെല്ലാം ഞാൻ നേരിട്ട് ചെക്ക് ചെയ്തിട്ട് അയക്കൂ. അപ്പോൾ ഓക്കെ, താങ്ക് യു. മോനെ. ആ ആന്റി, നീ എന്താ ടെൻഷനിലാണോ? കമ്പനിയിലെ സ്റ്റാഫുകൾ ചെയ്തു വയ്ക്കുന്ന ഓരോ പ്രശ്നങ്ങൾ എല്ലാം നമ്മൾ ശ്രദ്ധിച്ചു പറ്റുമെന്ന് വന്നാൽ എന്ത് ചെയ്യും ആന്റി? എല്ലാം കൃത്യമായി നോക്കാനും നിന്നെ സഹായിക്കാനും കൂടെ ഉണ്ടായിരുന്നയാൾ ഇപ്പൊ ഇല്ലല്ലോ. നീ തന്നെ പറഞ്ഞയച്ചതല്ലേ. എല്ലാ ഭാരങ്ങളും ഒറ്റയ്ക്ക് ചുമക്കാൻ തീരുമാനിച്ച ഒരാൾക്ക് ഇതെല്ലാം ഇനി ശീലമാക്കേണ്ടി വരും. ആന്റി എന്താ ഉപദേശിക്കാനുള്ളവരാണോ? അല്ല ആദർശേ, നിന്നെ ഉപദേശിക്കാനുള്ള അറിവോ ലോകപരിചയമോ എനിക്കില്ല. അഭിരാമി പറയും പോലെ വിവാഹം കഴിക്കാത്തവർക്ക് ഭാര്യ ഭർത്തൃ ബന്ധത്തെക്കുറിച്ച് സംസാരിക്കാനും അർഹതയില്ല. അങ്ങനെയല്ല ആന്റി, ഉപദേശങ്ങൾ കേട്ട് മടുത്തു. സത്യത്തിൽ ഒരാളെ ഉപദേശിച്ച് നന്നാക്കാൻ ആർക്കെങ്കിലും സാധിക്കുമോ? അയാൾ കടന്നു പോകുന്ന മാനസികാവസ്ഥ എന്താന്ന് അത് അനുഭവിക്കുന്ന ആൾക്ക് മാത്രമല്ലേ അറിയൂ. അതൊക്കെ ശരിയാണ്. എന്നാലും നമ്മൾ സ്നേഹിക്കുന്നവർക്ക് ഒരു പ്രശ്നമോ സങ്കടമോ ഉണ്ടായാൽ അത് മാറിക്കാണാൻ നമ്മൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കില്ലേ? അതിനുവേണ്ടി നമ്മളാൽ കഴിയുന്നത് നമ്മൾ ശ്രമിക്കില്ലേ? ഇവിടെ ആദർശും മീരയും എനിക്ക് പ്രിയപ്പെട്ടവര് തന്നെയാ. നീ മീരയെ നോക്കിയതിനേക്കാൾ നന്നായി മീര നിനക്ക് വേണ്ടിയും ഈ കുടുംബത്തിനു വേണ്ടിയും കഷ്ടപ്പെട്ടിട്ടുണ്ട്. നീ ജയിലിലായിരുന്ന സമയത്ത് കമ്പനി തകരുമെന്ന അവസ്ഥയിൽ മീര അത് പിടിച്ചു നിർത്തിയത് എങ്ങനെയാണെന്ന് ഞാൻ നേരിട്ട് കണ്ട് മനസ്സിലാക്കിയതാ. അതിനുവേണ്ടി അവൾ എത്ര കഷ്ടപ്പെട്ടുവെന്ന് എനിക്കറിയാം മോനെ. പിന്നെ നീ ഇന്ദുവിനെ കൊന്നുവെന്ന് ലോകം മുഴുവനും വിശ്വസിച്ചപ്പോഴും മീര അത് വിശ്വസിച്ചില്ല. നീ അങ്ങനെ ചെയ്യില്ല എന്നും സത്യം ഒരു നാൾ പുറത്തു വരുമെന്നും അവൾ ഉറച്ചു വിശ്വസിച്ചിരുന്നു. സത്യം പുറത്തു കൊണ്ടുവരാൻ അവളാൽ കഴിയുന്നതൊക്കെ അവൾ ചെയ്തു. ആ സമയത്ത് അഭിരാമി നിന്നെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിന് പകരം മീരയെ പുറത്താക്കാനാ അവൾ തയ്യാറായത്. പക്ഷേ ഈശ്വരന്റെ അനുഗ്രഹം കൊണ്ട് അന്ന് നിന്റെ ബുദ്ധി തെളിഞ്ഞതായിരുന്നു. തിരിച്ചു വന്നപ്പോ അബിയുടെ ഏഷണിക്ക് ചെവി കൊടുക്കാതെ നീ മീരയെ തിരിച്ചു കൊണ്ടുവന്നു. അന്ന് ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് ഞാനാ. പല സംഭവങ്ങൾ നടക്കുമ്പോഴും ഞാൻ സാക്ഷിയല്ലായിരുന്നെങ്കിലും എല്ലാം ഞാൻ അറിയുന്നുണ്ടായിരുന്നു. ആന്റി പറഞ്ഞെല്ലാം സത്യം തന്നെ,
ഞാനത് അംഗീകരിക്കുന്നു. പക്ഷേ ഇപ്പോഴത്തെ പ്രശ്നം ഇതൊന്നും അല്ലല്ലോ. നല്ല ബുദ്ധിയും സ്നേഹവും പാതിവൃത്യവും വിശ്വാസവും ധൈര്യവും എല്ലാത്തിനും ഉപരി ഈശ്വര അനുഗ്രഹവുമുള്ള കുട്ടിയാ മീര. ഇതിനപ്പുറം ഒരു ഭാര്യയ്ക്ക് എന്തു ഗുണമാ വേണ്ടത്? എന്താ നീ മീരയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്? അല്ലെങ്കിൽ എന്തു കുറ്റവാ നീ മീരയിൽ കാണുന്നത്? ആന്റി, അതൊക്കെ ഞാൻ പലതവണ പല രീതിയിൽ പറഞ്ഞതല്ലേ. പറഞ്ഞു. പക്ഷെ അതൊക്കെ നിന്റെ ഈഗോയായി മാത്രമേ എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കൂ. എനിക്കും അങ്ങനെ തന്നെയാ തോന്നിയത്. അതിന് ഞാൻ ആരെയും കുറ്റം പറയുന്നില്ല. ഇത് എന്റെ കുഴപ്പമായിരിക്കാം. അതുകൊണ്ടാണ് ഈ ടോപ്പിക്ക് ആരുമായി സംസാരിക്കാൻ ഞാൻ ഇഷ്ടപ്പെടാത്തത്. പറഞ്ഞ അവസാനം ഞാൻ എൻ്റെ തന്നെ കുറ്റങ്ങൾ കേൾക്കണം, മീരയുടെ മഹത്വം കേൾക്കണം. എല്ലാം ഒരുപാട് കേട്ട് മടുപ്പായി എനിക്ക്. ഉപദേശിക്കുന്നവർക്കൊരു മനസ്സുഖം ഉണ്ടാവും. സ്വയം അവരെന്തൊക്കെയാണെന്ന് തോന്നലും സാറ്റിസ്ഫാക്ഷനും ഉണ്ടാവും. പക്ഷേ ഇതെല്ലാം കേൾക്കുന്ന ഒരാളുടെ മാനസികാവസ്ഥ അതെന്താണെന്ന് ചിന്തിക്കാൻ ആരും തയ്യാറാവുന്നില്ല. ഞാൻ ഉപദേശിക്കാനല്ല, നിന്നെ മനസ്സിലാക്കാൻ ഒരു ശ്രമം നടത്തി നോക്കിയതാ. പക്ഷേ സത്യം പറഞ്ഞ എനിക്കതിന് സാധിക്കുന്നില്ല. നിന്റെ ചിന്തകളുടെ ലോജിക്ക് മനസ്സിലാക്കാൻ എന്റെ മനസ്സിന് കഴിയുന്നില്ല. എങ്കിലും ഒരു കാര്യം എനിക്കറിയാം ആദർശേ, മീരയെ നീ ഉപേക്ഷിക്കുന്നത് നിന്റെ നല്ലതിനല്ല. അതുകൊണ്ട് നിനക്ക് നഷ്ടങ്ങൾ മാത്രമേ ഉണ്ടാകൂ. നീ ജനിച്ചപ്പം മുതൽ നിന്നെ ഞാൻ കാണുന്നതാ. എന്റെ വിരൽത്തുമ്പിൽ പിടിച്ച് പിച്ച വെച്ച് നടന്ന കുഞ്ഞാ നീ. പക്ഷേ നിന്നെ മനസ്സിലാക്കുന്നതിനേക്കാൾ കൂടുതൽ എനിക്ക് മീരയെ അറിയാൻ കഴിഞ്ഞു. അവളെക്കാൾ നല്ലൊരു ഭാര്യയെ നിനക്കൊരിക്കലും കിട്ടില്ല ആദർശേ. തെളിഞ്ഞ മനസ്സോടെ ചിന്തിച്ച് നല്ല തീരുമാനങ്ങൾ എടുത്താൽ അത് നിന്റെ ജീവിതത്തിന് തന്നെ മാറ്റുകൂട്ടും. ഇതെന്റെ ഉപദേശമൊന്നുമല്ല, ഞാൻ മനസ്സിലാക്കിയ സത്യം നിന്നോട് പറഞ്ഞു എന്ന് കരുതിയാൽ മാത്രം മതി. വിദ്യയുടെ എല്ലാ സത്യവും പറഞ്ഞെന്നോ? എന്തൊക്കെയാ നീ പറഞ്ഞത്? ഞാനെല്ലാം പറഞ്ഞമ്മേ. വിഗ്രഹം മോഷ്ടിച്ചതും അത് വിൽക്കാൻ ശ്രമിച്ചതും അതിന് അഡ്വാൻസ് കിട്ടിയതും അങ്ങനെയെല്ലാം പറഞ്ഞു. നിനക്കിത് എന്തിന്റെ കേടായിരുന്നു? അവളിതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്ന് നീ ഒരു നിമിഷമെങ്കിലും ചിന്തിച്ചോ? അതൊക്കെ ചിന്തിച്ചിട്ട് തന്നെ ഞാനെല്ലാം പറഞ്ഞത്. നീ എന്തിനാ അത്യാവശ്യമായിട്ട് ഇപ്പൊ ഈ സത്യങ്ങളെല്ലാം പറയാൻ പോയത്? അത് അവരെന്തിനാ എന്നെ തട്ടിക്കൊണ്ട് പോയെന്നും പണം ആവശ്യപ്പെട്ടെന്നും ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞതാ. ഓ, വലിയ കാര്യമായിപ്പോയി. എടാ മണ്ട, നിന്നെ കാണാതായപ്പോ വിദ്യയ്ക്ക് വയ്യാതെ വന്നതുകൊണ്ടും പിന്നെ ഞാനും ധന്യയും തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ ഒന്ന് നേരിട്ട് സംസാരിച്ചപ്പോ തീർന്നതുകൊണ്ടും നിങ്ങളുടെ കല്യാണം നടക്കുന്നുള്ള അവസ്ഥ വരെ കാര്യങ്ങൾ എത്തിയതാ. ഇനി നിനക്കൊരു ജോലി കിട്ടുക എന്നുള്ളൊരു കാര്യം മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. എല്ലാം ഇതുവരെ കൊണ്ടുവന്ന് എത്തിച്ചിട്ട് നീ എന്തിനാ ഇങ്ങനെ ഒരു മണ്ടത്തരം ചെയ്തത്? നീ വിഗ്രഹം മോഷ്ടിച്ച കാര്യം അവളുടെ വീട്ടിൽ അറിയുമ്പോ എന്തൊക്കെ സംഭവിക്കുമെന്നറിയോ? എടാ, അത് അവരുടെ കുടുംബസ്വത്തല്ലേ. ആ സാവിത്രി അമ്മ ഇതറിഞ്ഞ അപ്പൊ തന്നെ അറ്റാക്ക് വന്നവര് തീർന്നു പോവും. അമ്മ പറയുന്നതൊക്കെ സത്യമാ. പക്ഷേ ഇതെല്ലാം നടന്ന കാര്യങ്ങളല്ലേ അമ്മേ? സത്യം നമ്മൾ എങ്ങനെയൊക്കെ മൂടി വെച്ചാലും ഒരു ദിവസം അതെല്ലാവരും അറിയും. അങ്ങനെ വിദ്യ അറിഞ്ഞ പിന്നെ എനിക്ക് അവളുടെ മുഖത്ത് നോക്കാൻ പറ്റുമോ? പിന്നെ ഒരു കള്ളന്റെ കുറ്റബോധത്തോടെ ജീവിതകാലം മുഴുവനും കഴിയേണ്ടി വരില്ലേ? നീ പറയുന്നതിൽ ചില കാര്യങ്ങൾ ശരിയാ. പക്ഷേ ഈ കാര്യങ്ങളൊക്കെ അവരെല്ലാം അറിയാനുള്ള സാധ്യത വളരെ കുറവായിരുന്നു. ഇനിയിപ്പോ അറിഞ്ഞാൽ തന്നെ അന്ന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് പിടിച്ചു നിൽക്കാനുള്ള വഴി കണ്ടുപിടിക്കുകയും ചെയ്യായിരുന്നു. ആ സാധ്യതയെല്ലാം നീ ഇപ്പൊ നശിപ്പിച്ചു കഴിഞ്ഞു. ഇനിയിപ്പൊ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ചെയ്യാനുള്ള
അതെല്ലാം ചെയ്തു വെച്ചിട്ടും ആലോചിച്ചോണ്ട് നിന്നോണ്ട് കാര്യമൊന്നുമില്ല. എടാ, നീ വിദ്യ വിളിച്ച് വീട്ടില് തൽക്കാലം ഈ കാര്യങ്ങളൊന്നും പറയണ്ടെന്നെങ്കിലും ഒന്ന് പറ. എടാ, നീ എന്താ ഒന്നും മിണ്ടാത്തേ? അതമ്മേ, ഞാൻ വിദ്യയോട് ഉറപ്പായും ഈ കാര്യങ്ങളെല്ലാം വീട്ടിൽ പറയണമെന്ന് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അതും പറഞ്ഞോ? എന്നാ ഇനി ഏതെങ്കിലും കടപ്പുറത്ത് പോയി എന്റെ മോൻ പാട്ട് പാടിയിരുന്നു, അല്ലാതെ എന്ത് ചെയ്യാനാ? ഇനിയിപ്പോ വലിയ താമസമില്ലാതെ വിദ്യയുടെ വീട്ടിൽ നിന്ന് ആരെങ്കിലും വിളിച്ചിട്ട് അവർ ഈ വിവാഹത്തിൽ നിന്ന് പിന്മാറുകയാണെന്ന് പറയും. അതോടെ നിന്റെ സത്യസന്ധതയും തീരും. എടാ സൂരജ്, 1000 നുണ പറഞ്ഞു ഒരു വിവാഹം നടത്താന്ന് കേട്ടിട്ടില്ലേ? ഇതാരമ്മയോട് പറഞ്ഞത്? നിന്റെ അച്ഛൻ തന്നെയാ പറഞ്ഞിട്ടുള്ളത്. അച്ഛൻ അമ്മയോട് 100 1000 നുണ പറഞ്ഞിട്ടുണ്ടാവും. അതുപോലെയല്ല ഇപ്പോഴത്തെ പെൺകുട്ടികൾ. അവരെ പറ്റിച്ചെന്നും നുണ പറഞ്ഞെന്നും അറിഞ്ഞാ അവര് പ്രതികരിക്കുന്നത് എങ്ങനെയായിരിക്കും പറയാൻ പറ്റില്ലമ്മേ. താലി കെട്ടിയതിന്റെ പേരില് അടിമയായിട്ട് ആരും ജീവിതകാലം മുഴുവനും നിൽക്കേയില്ല. തൽക്കാലം രക്ഷപ്പെടാൻ ഒരു നുണ പറഞ്ഞിട്ട് ബാക്കിയുള്ള ജീവിതം മുഴുവനും ടെൻഷൻ അടിക്കുന്നതിനേക്കാൾ നല്ലത് ഇപ്പൊ തന്നെ സത്യങ്ങളെല്ലാം പറഞ്ഞിട്ട് അവരെ തീരുമാനമെടുക്കാൻ അനുവദിക്കുന്നതല്ലേ. അങ്ങനെയാണോ? അപ്പോ വിദ്യ നിന്നെ ഇതിന്റെ പേരിൽ കളഞ്ഞിട്ട് പോയാ നിനക്കതിന് കുഴപ്പമൊന്നുമില്ലല്ലോ. നീ അതിന്റെ പേരിൽ കരഞ്ഞു വിളിച്ച് ഡിപ്രഷൻ ആണെന്നും പറഞ്ഞ് മുറിപൊട്ടിയിരിക്കൊന്നുമില്ലല്ലോ. അമ്മ വെറുതെ ഓരോന്ന് പറഞ്ഞ് മനുഷ്യനെ വിഷമിപ്പിക്കാതെ. സത്യം പറഞ്ഞത് വിദ്യയ്ക്കൊരു ഷോക്കായിട്ടുണ്ടാവും. വീട്ടിൽ പറയുമ്പോഴും ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും സംഭവിക്കുക. പക്ഷേ കുറച്ച് ദിവസം കഴിയുമ്പോൾ കാര്യങ്ങളൊക്കെ മാറി അവരെന്റെ മനസ്സും സത്യസന്ധതയൊക്കെ മനസ്സിലാക്കും. ഇതൊക്കെ നിന്റെ തോന്നല. മനുഷ്യരെല്ലാവരും അടിസ്ഥാനപരമായി സ്വാർത്ഥര. സ്വന്തം സുഖം, സ്വന്തം വിജയം, സ്വന്തം ലാഭം, അതിലാണ് മനുഷ്യന്റെ ശ്രദ്ധ. എല്ലാ പ്രവൃത്തിയിലും അറിഞ്ഞോ അറിയാതെയോ സ്വാർത്ഥത കാണാൻ പറ്റും. വിദ്യയുടെ വീട്ടുകാർക്കാർക്കും നിന്നെ ഇഷ്ടമുണ്ടായിട്ടല്ല അവർ ഈ കല്യാണത്തിന് സമ്മതിച്ചത്. വിദ്യയ്ക്ക് നിന്നോടുള്ള സ്നേഹം കണ്ടിട്ടാ. എന്തെങ്കിലും കാരണം പറഞ്ഞ് അവർക്ക് വിദ്യയെ തിരിക്കാൻ പറ്റിയ പിന്നെ ഈ കല്യാണം നടക്കില്ല മോനെ. എന്താ പ്രശ്നം? ഞാൻ മുഴുവനൊന്നും കേട്ടില്ല. എന്നാലും ബീനാമ പറയുന്ന പോലെ ഒന്നിന്റെ പേരിലും വിദ്യ സൂരജിനെ വേണ്ടെന്ന് വെക്കില്ല. ആണോ? എന്നാ കേട്ടോ, ഇവൻ വിദ്യയോട് സത്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു. വിഗ്രഹം മോഷ്ടിക്കാൻ ശ്രമിച്ചതടക്കം അഡ്വാൻസിന്റെ കാര്യവും എല്ലാം പറഞ്ഞു. ഇനി ആരെങ്കിലും ഇവരുടെ വിവാഹത്തിന് സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ടോ? സൂരജ് ചെയ്തത് വളരെ നല്ല കാര്യമല്ലേ ബീനാമേ? ഇനി വിവാഹം നടന്ന ഈ ഭൂമിയിലെ എണ്ണപ്പെട്ട നല്ല ഭാര്യ ഭർത്താക്കന്മാരിൽ ഇവരും ഉണ്ടാവും. അതിനുവേണ്ടിയാവും ഇത്രയൊക്കെ കാര്യങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ സംഭവിച്ചത്. ഭഗവാൻ ആർക്കൊക്കെ എന്തൊക്കെയാണ് കരുതി വെച്ചിരിക്കുന്നതെന്ന് ഭഗവാന് മാത്രമേ അറിയൂ. തൽക്കാലം ഇനി അങ്ങനെയൊക്കെ പറഞ്ഞ് ആശ്വസിക്കാം, അല്ലാതെ എന്ത് ചെയ്യാനാ? മനോജേട്ടാ, എനിക്ക് മനസ്സിനാകെ ഒരു സമാധാനവും ഇല്ല. എന്റെ അവസ്ഥ അതൊക്കെ തന്നെ തന്നെ. നമ്മൾ എന്ത് ചെയ്യും? സൂരജിനെ കാണാതായപ്പോ വിദ്യക്ക് എന്താ സംഭവിച്ചതെന്ന് നമ്മൾ കണ്ടതല്ലേ. അന്നത്തെ അവസ്ഥ ഓർത്ത വിദ്യയുടെ മുഖത്ത് നോക്കി ഒന്നും പറയാൻ പോലും തോന്നില്ല. അന്നത്തെ അവസ്ഥയിൽ നിന്നും വിദ്യക്ക് മാറ്റം വന്ന് തുടങ്ങിയപ്പോ അവൾക്ക് സന്തോഷമാകാനും പെട്ടെന്ന് റിക്കവർ ആകാനും ഒക്കെ വേണ്ടിയാ ഞാൻ സൂരജുമായിട്ടുള്ള വിവാഹത്തിന് സമ്മതിച്ചത്. അതിപ്പോ അബദ്ധമായിപ്പോയിന്ന് തോന്നുക. വിദ്യയുടെ ആഗ്രഹം നടക്കാനും അവള് സന്തോഷമായിട്ടിരിക്കാനും വേണ്ടി തന്നെ ഞാനും ഒന്ന് വിവാഹത്തിന് സമ്മതിച്ചത്. അപ്പോ നമ്മുടെ അന്നത്തെ തീരുമാനങ്ങൾ തെറ്റായിരുന്നു എന്നാണോ മനോജേട്ടൻ പറയുന്നത്? സ്വന്തം വീട്ടിൽ നിന്ന് മോഷ്ടിക്കാൻ മടിയില്ലാത്ത മനസ്സുള്ളവൻ എങ്ങനെ നന്നായി എന്ന് നമ്മൾ വിശ്വസിക്കും? അങ്ങനെയുള്ള ഒരാൾക്ക് എന്ത് വിശ്വസിച്ച് മകളെ വിവാഹം കഴിപ്പിച്ചു കൊടുക്കും? ആലോചിച്ചിട്ട് മനസ്സാകെ പതറുക. എന്റെ മനസ്സിലും അതേ ചിന്തകൾ തന്നെ. ഈ പ്രശ്നത്തിൽ നിന്ന് വിദ്യ എങ്ങനെ രക്ഷിക്കണമെന്നും എനിക്കറിയില്ല.
ഒരു മകളെ വളർത്തി വലുതാക്കി അവളെ സുരക്ഷിതമായ ഒരു കൈകളിൽ പിടിച്ചുകൊടുത്ത് അവർ സന്തോഷമായിട്ട് ജീവിക്കുന്ന കണ്ടാലേ ഒരച്ഛന് സമാധാനത്തോടെ ഈ ലോകത്തിൽ നിന്ന് യാത്രയാകാൻ പറ്റൂ. എന്ത് വിശ്വസിച്ച് നമ്മൾ വിദ്യ സൂരജിന് കൊടുക്കും? ഓ, അവളെ ഇതെല്ലാം എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും? എനിക്ക് ആലോചിച്ചിട്ട് ഒരു രൂപവും കിട്ടുന്നില്ല. എന്റെ പേടി അവളോട് നമ്മൾ എന്തെങ്കിലും നെഗറ്റീവായിട്ട് പറഞ്ഞ അവൾക്ക് പഴയതുപോലെ അസുഖം എന്തെങ്കിലും വന്നാലോന്നാ. പക്ഷെ ഇങ്ങനൊരു കാര്യം അറിഞ്ഞു വെച്ച് നമ്മൾ എങ്ങനെ കല്യാണം നടത്തും? ഭഗവാനെ, എന്റെ മോളെ രക്ഷിക്കണേ. നാളെ നമുക്ക് അമ്മയോടൊന്ന് സംസാരിക്കാം. എന്നിട്ട് പതിയെ പതിയെ വിദ്യ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കാം. അല്ലാതെ വേറെ വഴിയൊന്നും കാണുന്നില്ല. ഇന്ന് അങ്ങനെ ചെയ്യാം. നമുക്ക് വലുത് നമ്മുടെ മോളുടെ ഭാവിയാ. അവൾക്കൊരു കുഴപ്പവും വരാതെ എങ്ങനെയെങ്കിലും ഇത് അവസാനിപ്പിക്കണം. കുടുംബക്ഷേത്രത്തിലെ വിഗ്രഹം ഞാൻ വീട്ടിൽ വെച്ച് പൂജിച്ചിരുന്നില്ലേ? അതും മോഷണം പോയതിന് പിന്നില് സൂരജ് ഉണ്ടായിരുന്നു എന്ന് എല്ലാവരും ഞെട്ടലോടെ അറിഞ്ഞത്. പക്ഷേ അന്നത് വിഗ്രഹമോഷ്ടാക്കൾക്ക് ഇവിടുന്ന് കൊണ്ടുവരാൻ സാധിച്ചിരുന്നില്ല. പക്ഷെ അവര് 30 ലക്ഷം രൂപ അഡ്വാൻസ് ആയിട്ട് കൊടുത്തിരുന്നു. അത് തിരിച്ചു കിട്ടാൻ വേണ്ടിയായിരുന്നു സൂരജിനെ അവര് പിടിച്ചോണ്ട് പോയത്. കഴിഞ്ഞ ദിവസം മീര അത് പറഞ്ഞിരുന്നല്ലോ. അതെ. പക്ഷെ ഈ സത്യങ്ങളെല്ലാം സൂരജ് ഇപ്പൊ വിദ്യയോട് പറഞ്ഞിരിക്കുക. ഇതെല്ലാം വീട്ടിലും പറയണമെന്ന് സൂരജ് വിദ്യയോട് പറഞ്ഞിട്ടുണ്ടെന്ന്. അതൊക്കെ നല്ല കാര്യമല്ലേ? സ്വന്തം തെറ്റുകൾ ഏറ്റുപറയാൻ ഇന്ന് എത്ര പേർക്ക് ധൈര്യമുണ്ട്? നമ്മൾ ചെയ്യുന്ന തെറ്റുകളെല്ലാം മറ്റുള്ളവരുടെ തലയിൽ കെട്ടിവെച്ച് സ്വന്തം ബുദ്ധി ഉപയോഗിച്ച് രക്ഷപ്പെട്ടു എന്ന് സ്വയം അഭിമാനിക്കുന്നവരാണ് നമുക്ക് ചുറ്റുമുള്ളവര്. മൂന്നേട്ടൻ പറഞ്ഞത് ശരിയാ. പക്ഷേ ഇന്ന് അങ്ങനെ പറയുന്നവർക്കല്ലേ ലാഭവും ഉയർച്ചയും ഉണ്ടാവുന്നത്? ഒരിക്കലുമല്ല. താൽക്കാലികമായ ഒരു രക്ഷപ്പെടൽ മാത്രമാണത്. നമ്മുടെ തെറ്റുകൾ എന്നും നമ്മളെ പിന്തുടരും. അതിന്റെ കർമ്മഫലങ്ങൾ നമ്മൾ അനുഭവിക്കുകയും ചെയ്യും. അതല്ലെങ്കിൽ നമ്മളിൽ ഒരു വലിയ പരിവർത്തനം സംഭവിക്കാം. അടിമുടി നമ്മളിൽ മാറ്റമുണ്ടാവണം. പക്ഷേ അതൊക്കെ വളരെ കുറച്ചു പേർക്ക് മാത്രം സംഭവിക്കുന്ന കാര്യമാണ്. ഈശ്വരൻ പരീക്ഷിച്ച് തിരഞ്ഞെടുക്കുന്ന ചില ജന്മങ്ങൾക്ക് മാത്രമേ അത്തരം ഭാഗ്യമൊക്കെ ഉണ്ടാവൂ. അങ്ങനൊരു മാറ്റം സൂരജിനുണ്ടായി എന്നാ ഞാൻ വിശ്വസിക്കുന്നത്. മീരയുടെ വിശ്വാസം ശരിയായിരിക്കാം. കാരണം സ്വന്തം തെറ്റുകൾ ഏറ്റുപറയാനും അതിന്റെ ഫലങ്ങൾ എന്തു തന്നെ ആയാലും അത് സ്വീകരിക്കാനും പൂർണ്ണ മനസ്സോടെ നിൽക്കാനും കഴിയണമെങ്കിൽ നല്ല ധൈര്യം വേണം. സമൂലമായ മാറ്റം സംഭവിച്ച ഒരാൾക്ക് അങ്ങനെ നിൽക്കാൻ കഴിയൂ? അതെ, അതുകൊണ്ടാ ഞാൻ സൂരജിന്റെ മാറ്റത്തിൽ വിശ്വസിക്കുന്നത്. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് പോലെ മറ്റുള്ളവർ സൂരജിനെ മനസ്സിലാക്കുന്ന എനിക്ക് വിശ്വാസമില്ല. സൂരജ് ഈ സത്യം ഇപ്പൊ വിദ്യയോട് പറഞ്ഞതിന്റെ പേരിൽ അവരുടെ ബന്ധം തന്നെ തകർന്നു പോയേക്കാം. അക്കാര്യം പറഞ്ഞ് സൂരജിനെ ബീനാമ്മ വിമർശിക്കുന്നുണ്ട്. ആ സമയത്ത് ഞാൻ സൂരജ് ചെയ്തത് ശരിയാണെന്ന് തന്നെയാ ബീനാമ്മയോടും സൂരജിനോടും പറഞ്ഞത്. എന്നാലും സൂരജിനെ അവര് വിശ്വസിച്ചില്ലെങ്കിൽ അരുതാത്ത എന്തെങ്കിലും സംഭവിക്കുമോ എന്നൊരു ഭയം എന്റെ മനസ്സിലുണ്ട്. അങ്ങനെ ഭയന്നതുകൊണ്ട് കാര്യമൊന്നും ഇല്ല മീര. കഴിഞ്ഞു പോയൊരു കാര്യത്തെക്കുറിച്ച് ഓർത്ത് വിഷമിച്ചിട്ടും പ്രയോജനമില്ല. പറയേണ്ടതെല്ലാം സൂരജ് പറഞ്ഞു കഴിഞ്ഞു. തന്റെ തെറ്റെല്ലാവരും അറിയാൻ വേണ്ടിയും നാളെ അതിന്റെ പേരിൽ തന്നെ കുറ്റപ്പെടുത്താതിരിക്കാനും വേണ്ടിയാണ് സൂരജ് അത് പറഞ്ഞത്. നന്മ മാത്രം മനസ്സിൽ കരുതിയാണ് സൂരജ് സത്യം പറഞ്ഞതെങ്കിൽ അതിൽ നിന്നും നന്മ മാത്രമേ സൂരജിന് തിരിച്ചും കിട്ടൂ. വിദ്യയും സൂരജും തമ്മിൽ വളരെയധികം സ്നേഹിക്കുന്നുണ്ട്. സൂരജിനെ കാണാതായപ്പോ വിദ്യ അനുഭവിച്ച വേദനയും പ്രശ്നങ്ങളും ഞാൻ നേരിട്ട് കണ്ടതാ. സൂരജില്ലാതെ വിദ്യയ്ക്ക് ജീവിക്കാനും ആവില്ല. അതുകൊണ്ട് ഇനി വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ അവരൊന്നിക്കണമെന്ന് എന്റെ ആഗ്രഹം. സ്നേഹിക്കുന്നവർ ഒന്നാവണമെന്നും അവർ ഒരുപാട് കാലം സന്തോഷത്തോടെ ഒന്നിച്ച് ജീവിക്കണമെന്നും ഞാനും ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഈ ഭൂമിയിൽ ഓരോ മനുഷ്യരും ജനിക്കുന്നത് ഒറ്റയ്ക്കാണ്, അവർ പോകുന്നതും ഒറ്റയ്ക്കാണ്. ഇതെല്ലാം മുൻപേ തീരുമാനിക്കപ്പെട്ടതുമാണ്. അതുകൊണ്ട് തന്നെ ഒരാളില്ലാതെ മറ്റൊരാൾക്ക് ജീവിക്കാൻ കഴിയില്ല എന്ന് പറയുന്നതിലോ ചിന്തിക്കുന്നതിലോ ഒരർത്ഥവുമില്ല. ഏത് സാഹചര്യത്തിലും തളരാതെ മുന്നോട്ടു പോകാൻ മനസ്സിന് ശക്തി ഉണ്ടാവണം. അതാണ് യഥാർത്ഥ ധീരത.